ശിഷ്യന്മാർ പറഞ്ഞു, അവനെ വിളിക്കുക. അങ്ങനെ ഉടനെ ശിഷ്യന്മാർ ഈ സഹോദരനെ ചെന്ന് വിളിച്ചു. ഉടനെ പുറകുപ്പായം ദൂരെയെറിഞ്ഞ് യേശുവിൽ കുതിച്ചെത്തിയെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുക. ഈശോയുടെ മക്കളിലേക്ക് കടന്നു വരുന്ന തടസ്സമാകുന്നില്ല ഒരു പുറകുപ്പായം ഉണ്ടായിരുന്നവന്. ഇന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ വരാൻ പറ്റാത്ത വിധത്തില് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില പുറകുപ്പായങ്ങളെ ധരിച്ചിട്ടായിരിക്കുക. എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് കണക്കൂട്ടും, ഞാൻ ഇവിടെ ഹല്ലേലൂയ പറഞ്ഞാല് എന്റെ അടുത്തിരിക്കുന്നവര്, എന്റെ മോന്, എന്റെ മോള്, എന്റെ ജീവിത പങ്കാളി എന്താ വിചാരിക്കുക? അവരെന്ത് വിചാരിച്ചിട്ട് കാര്യമില്ല, എന്റെ കർത്താവ് വിചാരിക്കുന്നതാണ്. പുറകുപ്പായം ദൂരെയെറിഞ്ഞ് കുതിച്ചാണ് യേശുവിനെത്തി. ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കെൻ്റെ കാഴ്ച വീണ്ടും കിട്ടണം, കാഴ്ച വീണ്ടും കിട്ടണം. അതിൻ്റെ അർത്ഥം അവന് കാഴ്ച ഉണ്ടായിരുന്നു, ഇടയ്ക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു പോയതാണ്. കർത്താവ് അവന് കാഴ്ച ശക്തി തിരിച്ചു നൽകുന്നത് കാണുന്നില്ല. അവന്റെ നിലവിളിയുടെ സ്വരം ഈശോ കേട്ടെങ്കിലും കേൾക്കാത്തതുപോലെ കടന്നുപോയി. അവന്റെ വിശ്വാസത്തെ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് കടന്നുപോയത്, അല്ലാതെ ഈശോ കേൾക്കാത്തതുകൊണ്ടല്ല. വീണ്ടും അവൻ ഉച്ചത്തിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ തിരികെ ശിഷ്യന്മാരെ കൊണ്ട് വിളിപ്പിച്ച് അവനെ അനുഗ്രഹിക്കുന്നത് കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങൾ വിളിച്ച് യേശുവേ, സ്വരമേ വിളിച്ച് യേശുവേ. എന്തിനാണ് യേശു വിളിക്കുന്നത്? അറിവുണ്ടാക്കുകയെ എന്തിനാണ് യേശു വിളിക്കുന്നത്? വേറെ ആരെ വിളിച്ചാലും ഈ ലോകത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോസ്തലന്മാരുടെ 2-ാം അധ്യായം വായിക്കുന്നുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഒരു രക്ഷയുടെ കാര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കർത്താവിന്റെ നാമം എന്നാണ് കർത്താവ് സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് കേട്ടില്ല, യേശുവെന്ന പേര്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകളിൽ വന്നിരിക്കുന്ന ചില പാപം കെട്ടുകൾ, അതിനാണ് ശാപമായ അഴിച്ചു മാറ്റാൻ വേണ്ടി യേശു യാഗമായി തന്നത്. ശരീരം മുഴുവനും ശരീരം മുഴുവനും മുറിവുകളേറ്റ് കുരിശിൽ യാഗമായി തീർന്ന ഈശോ അവിടെ കൊണ്ട് തീർന്നില്ല. ഈശോയുടെ ജീവിതം 3-ാം ദിവസം ഈശോ ഉദ്ധാനം ചെയ്തു. ഈശോ ഉദ്ധാനം ചെയ്തപ്പോൾ അവരുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ മുഴുവനും മാഞ്ഞുപോയി. 5 മുറിവുകളുമായിട്ട് ഈശോ ഉയർത്തെഴുന്നേറ്റത്. 5 മുറിവുകളുമായിട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പറഞ്ഞു, യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ പറ. ഈശോയുടെ 5 മുറിവുകൾ, അതാണ് തിരുമുറിവ് എന്ന് പറയുക. ആ തിരുമുറിവുകളിലൂടെയാണ് ഈശോ കൃപയൊഴുകുക. 2 കരങ്ങൾ ഈശോയുടെ മക്കളിലേക്ക് ഉയർത്തിക്കേ, 2 കരങ്ങൾ ഉയർത്തിക്കേ. കർത്താവിനെ നന്ദി പറഞ്ഞ ഒരിക്കലും കൂടി സ്തുതിച്ച് നിങ്ങൾ വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ യേശുവേ എന്ന് ആവർത്തിച്ച് വിളിച്ചാൽ മതി. മക്കൾക്ക് ആവർത്തിച്ച് വിളിച്ചോ. ബുദ്ധിയുടെ മേൽ കർത്താവ് ഇടപെടും. പഠിക്കാനുള്ള കൃപ ലഭിക്കും, സൗഖ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മുമ്പിൽ മക്കളായി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. വചനത്തെ തിരിച്ചറിയുവാൻ, ഞങ്ങളൊക്കെ അഭിഷേകം പ്രാപിക്കുവാൻ, ഞങ്ങളൊക്കെ സൗഖ്യം പ്രാപിക്കുവാൻ, ഞങ്ങളൊക്കെ രക്ഷ പ്രാപിക്കുവാൻ പരിശുദ്ധമേ ദൈവമാതാവേ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സൂര്യനെ വസ്ത്രമായി ധരിച്ചവളേ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ നീ, സാത്താന്റെ തലയെ തകർത്തവളേ, വാഴ്ത്തുന്നു അമ്മേ മാതാവേ. സൂര്യനെ വസ്ത്രമായി ധരിച്ചവളേ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ നീ, സാത്താന്റെ തലയെ തകർത്തവളേ, വാഴ്ത്തുന്നു
സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്ധകാര ശക്തികൾക്ക്, പൈശാചിക ശക്തികൾക്ക് പേടി സ്വപ്നമെന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വിശുദ്ധൻ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന തിരുസഭയിലെ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന മിഖായേൽ മുതലുള്ള സകല മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ കാവൽ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യൽത്താരയിൽ നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളിലേക്ക് അത്ഭുതകരമായിട്ടുള്ള അഭിഷേകവും കൃപയും സൗഖ്യവും വിടുതലും വിമോചനവും നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കുന്ന പരിശുദ്ധപരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. സന്തോഷമായി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, പരിശുദ്ധനായ നമ്മുടെ കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് നമ്മൾ ഓരോരുത്തരും ഇന്ന് രണ്ടാമത്തെ ദിവസം, മനുഷ്യൻ്റെ രണ്ടാം ദിനത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്കൊക്കെ വിമോചനം പ്രാപിക്കാൻ പറ്റും. വിമോചന ദൈവശാസ്ത്രമൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ദൈവശാസ്ത്രം പഠിച്ച അച്ഛന്മാരൊക്കെ ദൈവശാസ്ത്ര പഠന കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിമോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുക? വിമോചനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊക്കെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ, അത് ആത്മീയ മേഖലയാകാം, ഭൗതിക മേഖലകളാകാം, അതൊരു പക്ഷേ സാമ്പത്തിക മേഖലകളാകാം, അതൊരു പക്ഷേ റിലേറ്റഡ് ടു ഫിസിക്കൽ എയിൽസ്, ഒരുപക്ഷെ ശാരീരികമായ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാകാം, ഒരുപക്ഷെ മാനസികമായ സൗഖ്യത്തിൻ്റെ ആന്തരികമായ ഒരു സൗഖ്യ വിശുദ്ധീകരണത്തിൻ്റെ മേഖലകളാണ്. അപ്പൊ 5 മേഖലകളെ കുറിച്ച് അച്ഛൻ ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് എങ്ങനെയാണ് വിമോചിതരാകാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വളരെ മനോഹരമായി അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അപ്പസ്തോലന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം നമുക്ക് ശ്രമിക്കാം. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും
യേശുവാണ്. ഇത് ചേർന്ന അർത്ഥം ഈ വചനത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചാൽ, പ്രിയപ്പെട്ടവരെ, യേശുവിലൂടെ സൗഖ്യം, യേശുവിലൂടെ രക്ഷ, വീണ്ടും പറഞ്ഞു വയ്ക്കും, യേശുവിലൂടെ സമഗ്രമായ വിമോചനം. അപ്പൊ നമുക്കിന്ന് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലിരുന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുകയും വചനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ യേശുവിലൂടെ മാത്രമാണ് നമുക്ക് അനുഗ്രഹീതരായി തീരുവാൻ ഈ ഭൂമിയിൽ സാധ്യമാകുക എന്ന് തിരുവചനമാണ് പഠിപ്പിക്കുക. ഈ വചനത്തോട് ചേർന്ന് വായിക്കുന്നത് നല്ലതാണ്. ലൂക്കാ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വചനം ഈ വായിച്ച വചനത്തിന്റെ ഒരു നമുക്ക് കരുത്ത് നൽകുന്ന, അല്ലെങ്കിൽ കൂടുതൽ വെളിപാട് നൽകുന്ന ഒരു വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനം. നമുക്ക് ശ്രദ്ധാപൂർവം നമുക്ക് ഈ വചനം ശ്രമിക്കാം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ദൂതൻ അവരോട് പറഞ്ഞു. നമുക്കറിയാം പശ്ചാത്തലം, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പശ്ചാത്തലം. ഉറങ്ങിക്കൊണ്ടിരുന്ന രാത്രിയിൽ ഉറങ്ങി വിശ്രമിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട ആട്ടിടയന്മാര് പകൽ മുഴുവനും ഈ ആടിന്റെ പിന്നാലെ നടന്ന് ഇവരെല്ലാം എന്താ പറയാ, പുല്ല് നിൽക്കേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അവരെ തീറ്റി വെള്ളം കൊടുത്തു, കുട്ടിയിലാക്കി. ഇതാ അവരോടൊപ്പം തന്നെ ആ സൈഡിൽ തന്നെ രാത്രി കുറച്ച് സമയം ഉറങ്ങി വിശ്രമിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ദൂതൻ എന്താണ്? റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവത്തിന്റെ പ്രതിനിധികളാണ് ഈ ദൂതന്മാർ. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ദൂതൻ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവമാണ് ദൂതന്മാരിലൂടെ സംസാരിക്കുക. അവിടെ ദൈവമാണ് നിൽക്കുന്നത്. അപ്പോൾ ദൂതൻ ഇതാ ഈ ആട്ടിടയന്മാരോട് വലിയൊരു ദൂത് നൽകുകയാണ്. അതാണ് പശ്ചാത്തലം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. വായിക്കാം. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ, സകല ജനത്തിനു വേണ്ടിയുള്ള, ഈ ഭൂമിയിൽ 800 കോടി ജനമുണ്ടെന്നാണ് കണക്ക്. 700-900 ചില്ലാനം. നമ്മളതിന്റെ റൗണ്ടായിട്ട് പറയുന്നത് 800 കോടി ജനമുണ്ട് ഈ ഭൂമിയിൽ. പ്രിയപ്പെട്ടവരെ, അതിന് പല മതസ്ഥരുണ്ട്, ജാതികളുണ്ട്, വർഗങ്ങളുണ്ട്. അപ്പൊ ഈ ഭൂമിയിലുള്ള കർത്താവിന്റെ വചനങ്ങൾ ശ്രദ്ധിക്കണം. സകല ജനത്തിനും വേണ്ടി, ഒരു വിഭാഗത്തിന് വേണ്ടിയാണ്. ഇത് അത്തോടെയുള്ള സഹോദരൻ പൂർണ്ണ കൽപ്പിച്ച് പറയാൻ പറ്റുകയില്ല. അത്തിപ്പറയും അതനുസരിച്ച് സൗണ്ടൊന്ന് ശരിയാക്കിയത്. കേൾക്കുന്നില്ല, പുറകിലേക്കില്ല. എന്തോ തിരിയുന്നില്ല, പുറകോട്ട് തിരിയുന്നില്ല. ശബ്ദമൊന്ന് ക്രമീകരിച്ചാലേ ഗുണമുള്ളൂ. ശബ്ദം ക്രമീകരിച്ചാലേ ഗുണമുള്ളൂ. ശബ്ദം മുഴക്കമാണോ മനസ്സിലാകുന്നില്ല, വ്യക്തത കിട്ടുന്നില്ല. അപ്പോ നമ്മൾ പറഞ്ഞു വെച്ചത്, ദൂതന്മാര് ഇത് ദൈവസ്വരം ഒരു കേൾക്കുകയാണ്. അവരോട് പറഞ്ഞ കാര്യമാണ്, ഈ ഭൂമിയിലെ സകല ജനത്തിനും ജാതിക്കും വർഗത്തിനും എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ വലിയൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്താണ്? ഈ ഭൂമിയിലുള്ള സകല ജനത്തിനും വേണ്ടിയുള്ള, എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത എന്താണ്? നമുക്ക് വായിക്കാം.
കർത്താവായ ക്രിസ്തു, ഈ ഏക രക്ഷകൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഈ ഭൂമിയിലുള്ള 800 കോടി ജനത്തിനു വേണ്ടിയുള്ള ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത്, ഒരു രക്ഷകൻ നിങ്ങൾക്കായി ഇന്ന് ജനിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊത്തിരി വചനത്തിലേക്ക് പോകണ്ട. ഈ 2 വചനങ്ങൾ കൂട്ടി യോജിച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, യേശുവാണ് ഏക രക്ഷകൻ, യേശുവാണ് ലോകരക്ഷകൻ. വീണ്ടും ലൂക്കാസ് സുവിശേഷം 4 തവണ പഠിപ്പിക്കും, യേശുവാണ് സമഗ്ര വിമോചനം. ഹല്ലേലൂയ! ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ! വളരെ ഉയർത്തി പറയാമോ? എല്ലാവരും ചേർന്ന് പറയാമോ? അക്കോട് സ്വരമെത്തി പറയാമോ? വളരെ വീശി പറയാമോ? ഒരിക്കൽ കൂടെ സ്നേഹമുള്ളവരെ, യേശുവാണ് സമഗ്ര വിമോചനം. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1, 2, 3, 4 തിരുവചനങ്ങൾ. നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണേ. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവൻ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം നുറുങ്ങുന്നവരെ ആസ്വദിപ്പിക്കാനും, തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും, കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും, വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ കേട്ട തിരുവചന ഭാഗം നമ്മളൊരു ഫീഡ്ബാക്ക് പറഞ്ഞത് പുറകിലേക്ക് ഒന്നും തിരിയുന്നില്ല. നമുക്ക് അടുത്ത വർഷമെങ്കിൽ ഈ കൺവെൻഷൻ ഒരു ഗ്രൗണ്ടിൽ വെച്ച് ദേശത്തെ മുഴുവൻ ഒരുമിപ്പിച്ച് കൊടുക്കാൻ അതിൻ്റെ ഇതാക്കുന്നത് എൻ്റെ വലിയൊരു സത്യത്തിൽ ഒരു 27 ഏരിയയിൽ നമ്മൾ ഇത്രയും സഭാ വിഭാഗങ്ങളുണ്ട്. വലിയ കത്തോലിക്ക സഭയുടെ എന്താ പറയുക പവർ സ്റ്റേഷനുകൾ എന്ന് പറയും. അലങ്കര സഭ, ലാറ്റിൻ സഭ, സീറോ-മലബാർ സഭ, ഇവിടെയൊക്കെ ഒരു വമ്പൻ കൺവെൻഷൻ ഗ്രൗണ്ടിൽ രൂപപ്പെടുത്തണം. ഒരു 50,000 പേരെ ഏരിയയിൽ നമുക്ക് കൂട്ടാൻ പറ്റും. 3 കൂട്ടിൽ കൂടണം. എന്നിട്ട് ഈ ദേശത്തൊക്കെ പ്രത്യേകിച്ച് ഏരിയയിലൊക്കെ വേണം. ബൈബിൾ കൺവെൻഷൻ ഈ ഏരിയയിലാണ് വേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നതിന് കരുതുന്നു. അതിൻ്റെ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു കൺവെൻഷൻ വഴി എന്തുമാത്രം വചനമാണ് പ്രിയപ്പെട്ടവരെ അവിടെ വിതരണം ചെയ്യുന്നത്, ഇതുമാത്രം ഡെലിവറൻസാണ് നടക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുകയാണെങ്കിൽ വാടകറ്റ ഭാഗത്ത് ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ ചെയ്തു. ആ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ തോന്നുന്നു യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിമോചനമുണ്ട്. യേശുക്രിസ്തുവിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ പുറകിലിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയെ നിങ്ങൾ കേട്ടില്ലെങ്കിലും നിങ്ങളിവിടെ ഈശോയിലേക്ക് നോക്കണം. ദിവ്യനാഥന്റെ ഈശോ
ബോംബെയിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, ഗോവയിൽ നിന്ന് ഒക്കെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിന് അൽമായയുടെ ധ്യാനങ്ങളിൽ, സാധാരണ ധ്യാനങ്ങളിൽ ആളുകൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോ ഇന്നലെ ധ്യാനത്തിലുണ്ടായിരുന്നവരോട് ഇതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു, സഹോദരങ്ങളെ, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ പങ്കുവച്ചുകൊണ്ടിരുന്ന വചനഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-1 മുതൽ 4 വരെയുള്ള തിരുവചനമായിരുന്നു. ഈ 4 വരെയുള്ള തിരുവചനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം തമ്പുരാൻ വാഗ്ദാനം ചെയ്ത രക്ഷകനെ കുറിച്ചുള്ള, വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള ഒരു വലിയ സന്തോഷകരമായ വാർത്തയാണ് ഈ യെശയ്യാ 61-1-4 നമ്മൾ വായിച്ചു കേട്ടത്. വരാനിരിക്കുന്ന രക്ഷകൻ, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് വന്നപ്പോൾ ദൈവമായ കർത്താവ് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. അവനിലൂടെ പാപമോചനം, അവനിലൂടെ ശാപമോചനം, അവനിലൂടെ സമഗ്ര വിമോചനത്തിന്റെ വലിയ ഒരു സത്യമായ ന്യൂസ്, വാർത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു വെച്ചതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാകുന്നത് ലൂക്കാ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനത്തിലാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം നമുക്ക് ശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നിങ്ങൾ ശ്രമിക്കുമ്പോൾ യഹൂദനായ യേശു പതിവ് പോലെ ഇത് സിനഗോഗിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് യേശുവിന്റെ വരയിലേക്ക് വേദപുസ്തകം നൽകുന്നത്. വേദപുസ്തകം തുറന്നപ്പോൾ ഇതാ തന്നെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ട പ്രവചന ഭാഗമാണ് യേശുവിനെ വായിക്കുവാനായിട്ട് ലഭിച്ചത്. അപ്പോൾ യേശു വായിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കേൾക്കാം. അടുത്തത് ബന്ധിതർക്ക് മോചനവും, ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുസ്തകം അടച്ചു. ജനമെല്ലാം യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ഈ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ, ഇന്ന് അനേക കൺവെൻഷനുകളായി, ധ്യാനങ്ങളായി നമ്മളിങ്ങനെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യരെയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം.
ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ ഞാൻ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നാം തിരിച്ചറിയുക, യേശുവിലൂടെയാണ് നമുക്ക് ഇന്ന് സമഗ്രമായ വിമോചനം. യേശു, Jesus Christ is the soul liberator of the world. Jesus Christ is the soul liberator of the human race. മാനവരാശിയുടെ മുഴുവന്റെ സമഗ്രമായ വിമോചകൻ യേശു മാത്രമാണ്. യേശു മാത്രമാണ്. യേശുവിലൂടെ മാത്രമാണ് ഈ വിമോചനം, ഈ രക്ഷ, ഈ സൗഖ്യം, ഈ വിടുതൽ എല്ലാം സംഭവിക്കുന്നത് എന്ന് കർത്താവിന്റെ തിരുവചനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ദൈവം എത്ര ശക്തനായ ദൈവം, നമ്മുടെ കർത്താവ് എത്ര ശക്തനായ ഒരു കർത്താവാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ഭാവനയ്ക്കും ദൈവം നമുക്ക് തന്ന ഈ കൊച്ച് ബുദ്ധി, ഈ ബുദ്ധിക്കും ഭാവനയ്ക്കും അപ്പുറമാണ് യേശു എന്നുള്ളത് ദൈവം. യേശു എന്നുള്ളത് ദൈവം. ആ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയാം, അവരുടെ വ്യക്തിപരമായ ഇടപെടൽ തിരിച്ചറിയാം. നമ്മൾ ഓരോരുത്തരും അതിലൂടെ വിമോചനത്തിലേക്ക്, രക്ഷയിലേക്ക് കടന്ന് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കരങ്ങൾ യാചനയോടെ പിടിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിലല്ലേ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കും. മത്തായി സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൽ നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നു തൻ്റെ ആശ്വാസം നൽകുവാൻ, പാപമോചനം നൽകുവാൻ. ദൈവമേ, ഓരോ മകനും കർത്താവിൻ്റെ മക്കളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും
കുടുംബത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും, നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെ എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന് മുമ്പിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തേ. എല്ലാം സമർപ്പിക്കട്ടെ. എന്റെ പാപമേഖലകളെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ പാപമേഖലകളെ, കുടുംബത്തിന്റെ പാപമേഖലകളെ, തലമുറകളിലൂടെ കടന്നു വരുന്ന പാപമേഖലകളെ, എല്ലാ ദുശീലങ്ങളെ, തടക്കദോഷങ്ങളെ, ആസക്തികളെ, അടിമത്ത സ്വാധീനങ്ങളെ, മദ്യത്തിന്റെ ലഹരിയുടെ സകലമായ ദുശീലങ്ങളെ കർത്താവിന്റെ മുമ്പിലേക്ക് നമുക്കിപ്പോൾ സമർപ്പിക്കാം. എല്ലാ മക്കളും പ്രാർത്ഥിക്കാം. കർത്താവേ, പാപത്തിൽ നിന്നൊരു വിടുതൽ നൽകണമേ. പാപം
പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകിയ പരസ്യ ദർശനത്തെ ഓർത്ത് കർത്താവിൻ്റെ ദിനവുമിന് നമുക്ക് ഇപ്പോൾ ഈ സമയം കരങ്ങളെ രണ്ട് ഒരിക്കൽ കൂടി ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ കുടുംബത്തെ, ഈ ദേശത്തെ, വയനാടിന്, മലബാറിന്, കർത്താവേ, നമ്മുടെ കേരളത്തെ, ദൈവമേ, ഇന്ത്യയെ നീ ആശീർവദിക്കണമേ, നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട മക്കൾ കർത്താവിനെ ഒരിക്കൽ കൂടി ഒന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാധികാരിയായ ഈശോയ്ക്ക് വലിയ വിടുതൽ നൽകി നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമാധികാരിയായ ഈശോയ്ക്ക് വിശുദ്ധമായ വനവഹായം എഴുന്നള്ളിയിരുന്നു നമുക്ക് വലിയ